പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ പുനർജനി കേസിൽ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത വിജിലൻസ് നടപടിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള സംസ്ഥാന സർക്കാരിന്റെ തോൽവി ഭയമാണ് പ്രതിപക്ഷ നേതാവിനെ കുടുക്കാനുള്ള ശ്രമങ്ങളെന്നതാണ് വാസ്തവം. സതീശൻ വിദേശ ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് കണ്ടെത്തിയാൽ അത് മഹാസംഭവമാണെന്നാണ് CPM വിശ്വസിക്കുന്നത്. എന്നാൽ വിജിലൻസിനെ ഭരിക്കുന്നത് പിണറായി വിജയനാണെന്നതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വിദേശ ഫണ്ട് പിരിവ് കേന്ദ്ര നിയമത്തിന്റെ ലംഘനമാണെന്ന് വിജിലൻസ് പറയുമ്പോൾ അതിൽ ചില വസ്തുതകൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. സമീപകാലത്തുണ്ടായ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമില്ലാതെയാണ് രാഹുൽ നിൽക്കുന്നത്. എങ്കിലും കോൺഗ്രസ് നേതാക്കളെയോ പ്രസ്ഥാനത്തെയോ പ്രതിസന്ധിയിൽ എവിടെ എത്തുമെന്ന് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചിട്ടുണ്ട്. സതീശനെ CBI വഴി അപകടത്തിൽപ്പെടുത്താനുള്ള പിണറായി വിജയന്റെ നീക്കത്തിന് പിന്നിലെ കള്ളക്കളി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് ശ്രീ വിജയൻ സർക്കാരാണോ? അല്ല. BJP ആണോ? അല്ല. അത് ശ്രീ വി.ഡി. സതീശൻ തന്നെയാണ്. പുനർജനി വിവാദമാകുന്നതിന് മുൻപ് തന്നെ അത് ചൂണ്ടിക്കാട്ടിയത് വി.ഡി. സതീശനാണ് എന്ന സത്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഒന്നാം വിജയൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്ക് എതിരായ ആരോപണം CPM ആദ്യം ഉന്നയിച്ചു. ആ ആരോപണത്തിന് മറുപടിയായി ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും എന്നാണ്. ഈ കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. പുനർജനി കേവലമായൊരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന മാങ്കൂട്ടത്തിൽ അതൊരു പുനരധിവാസ പദ്ധതിയാണ് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും തൊട്ട് തയ്യൽ മെഷീനുകൾ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണ്. ശ്രീ വി.ഡി. സതീശനോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷെ അതിന്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധമാണ് എന്നും മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും കൈയടിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം തലപൊക്കിയപ്പോൾ അന്ന് കടുത്ത തീരുമാനമെടുത്ത നേതാക്കളിൽ ഒരാളാണ് വി.ഡി. സതീശൻ. അതിന് പിന്നാലെയാണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. എങ്കിലും ഇന്നും കോൺഗ്രസിനുള്ളിൽ രാഹുലിന് വലിയ സ്വീകാര്യതയുണ്ട്. കോടതിയിൽ നിരപരാധിയാണെന്ന് തെളിയുന്ന ദിനം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ പാർട്ടിയിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ. ഈ ചെറിയ ഇടവേളയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താണെങ്കിലും കോൺഗ്രസ് പ്രതിരോധത്തിലാകുമ്പോൾ അവിടെ എത്തുന്ന രാഹുൽ ശക്തമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സമാന രീതിയിൽ ചാനൽ ചർച്ചകളിൽ വിപ്ലവം തീർത്താണ് രാഹുൽ മാങ്കൂട്ടം അതിവേഗം കോൺഗ്രസിൽ വളർന്നത്. പിന്നാലെ വന്ന വിവാദങ്ങൾ പാലക്കാട് MLA പ്രതിച്ഛായ തകർത്തിരിക്കാം. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ വ്യക്തവും ശക്തവുമായി അവതരിപ്പിക്കാനുള്ള സിദ്ധി ഇന്നും രാഹുലിനുണ്ട്. മഹാഭാരതത്തിൽ അർജുൻ കൃഷ്ണൻ പോലെ ബന്ധമായിരുന്നു ഒരു കാലത്ത് ഇരു നേതാക്കന്മാരും തമ്മിലുണ്ടായിരുന്നത്. മറ്റ് ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേകമായ അടുപ്പം ഈ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. സമാന രീതിയിൽ മുന്നോട്ട് പോയ ബന്ധമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അത് തിരികെ വരുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം.